Hi, hello dear students. Welcome back to Future Plus Academy. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഇംഗ്ലീഷ് MA മലയാളം സ്റ്റുഡൻസിന്റെ തേർഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അല്ലെ. അപ്പം ഒരുപാട് കുട്ടികളൊക്കെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എല്ലാവർക്കും വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ തേർഡ് സെമസ്റ്ററിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് പേപ്പറുകൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഏതാണ് കുറച്ചും കൂടി കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള പേപ്പർ MA ഇംഗ്ലീഷിലായാലും MA മലയാളത്തിലായാലും ട്ടോ. അപ്പം നമുക്ക് നോക്കാം. നമ്മളൊരു സ്റ്റുഡന്റിന്റെ രജിസ്ട്രേഷൻ പോർട്ടൽ നമ്മൾ എടുത്തിട്ട്, അതായത് നമ്മൾ ആദ്യം സ്റ്റുഡന്റ് ലോഗിൻ എന്നുള്ളതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അവരുടെ രജിസ്ട്രേഷൻ ഇതിലേക്ക് വരുമ്പോൾ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡന്റ് ലോഗിൻ എന്ന് പറഞ്ഞ പേജിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് അത് വരിക. അതിൽ നിങ്ങളുടെ എലക്ടീവ് പേപ്പർ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ തന്നെ സെമസ്റ്റർ 3 എന്ന് പറയുന്നത് ട്ടോ. അപ്പം ഇതിൽ നിങ്ങൾ ഞാൻ ആദ്യം ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നുള്ളതിന് എടുക്കുന്നതിന് മുന്നേ തന്നെ ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക, സ്റ്റുഡന്റ് ലോഗിൻ എന്ന് അടിച്ചു കൊടുക്കുക. അവിടെ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡും ഐഡിയും കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ഇതിപ്പോ സെമസ്റ്റർ 3 ഒരു MA മലയാളം സ്റ്റുഡന്റിന്റെ കാൻഡിഡേറ്റ് സെമസ്റ്റർ രജിസ്ട്രേഷനിലാണ് ട്ടോ. അപ്പൊ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് എന്ന് പറഞ്ഞ പേപ്പറിൽ ഇങ്ങനെ ചൂസ് എലക്ടീവ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടാവും. അതിലാണ് നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സ്റ്റുഡൻസ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ സ്റ്റുഡൻസ് സെലക്ട് ചെയ്യുന്ന ചലച്ചിത്ര പഠനം എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറാണ്. അതുപോലെ തന്നെയാണ് ഫോക്ലോർ എന്ന് പറഞ്ഞിട്ടൊരു പേപ്പറും. ഇത്രയുമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവസാനം നമ്മൾ കൺഫേം കൊടുക്കുകയാണ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സുകളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡോക്യുമെന്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫീൽഡ് വർക്ക് എന്നുള്ളതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു MA ഇംഗ്ലീഷ് സ്റ്റുഡന്റിന്റെ നമുക്ക് നോക്കാം. MA ഇംഗ്ലീഷ് സ്റ്റുഡന്റിന്റെ ആണെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അവർക്ക് ആദ്യത്തെ 2 പേപ്പർ ഡിസിപ്ലിൻ കോർ കോഴ്സ് നമുക്ക് എല്ലാവർക്കും സിമിലർ ആയിരിക്കും. പിന്നെ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ആണ് നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റുക. ഇതിൽ ആഫ്രിക്കൻ ആൻഡ് കരീബിയനും കനേഡിയൻ ആൻഡ് ഓസ്ട്രേലിയനും. അപ്പൊ നമ്മൾ ആഫ്രിക്കൻ കരീബിയനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ യൂറോപ്യൻ ലിറ്ററേച്ചർ ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത് ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ ലിറ്ററേച്ചർ, അതായത് DSE 1 ആഫ്രിക്കൻ ആൻഡ് കരീബിയൻ ലിറ്ററേച്ചർ, അതുപോലെ തന്നെ DSE 2 നമ്മൾ കൊടുക്കുന്നത് യൂറോപ്യൻ ലിറ്ററേച്ചറിന്റെ ക്ലാസ്സുകളാണ് ട്ടോ. പിന്നെ നിങ്ങൾക്ക് സ്കിൽ എൻഹാൻസ്മെന്റിൽ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ട്, ഫീൽഡ് വർക്ക് ഉണ്ട്, ടീച്ചിങ് അസൈൻമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു പേപ്പറും സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെമസ്റ്റർ 3ന്റെ നമ്മുടെ ഓപ്ഷണൽ പേപ്പേഴ്സ് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. സ്റ്റുഡന്റ് ലോഗിനിൽ പോവുക, നമ്മളുടെ ഐഡിയും പാസ്വേഡും അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെമസ്റ്റർ 3ലേക്കുള്ള രജിസ്ട്രേഷൻ ക്ലിക്ക് ഹിയർ ടു വ്യൂയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടും ഇത് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മാത്രമേ സബ്മിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. സബ്മിറ്റ് കൊടുത്താലാണ് നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ, ഈ കോഴ്സുകളെല്ലാം സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഫീസും കാര്യങ്ങളും ചോദിക്കുന്നുണ്ടാവുക കേട്ടോ. സോ അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം സെമസ്റ്റർ 3ലേക്കുള്ള രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ആവാറായി. അപ്പൊ എത്രയും പെട്ടെന്ന് എല്ലാ സ്റ്റുഡൻസും MA ഇംഗ്ലീഷ് MA മലയാളം സ്റ്റുഡൻസ് നിങ്ങളുടെ ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്ടീവ്സ് എല്ലാം സെലക്ട് ചെയ്ത് ഫീസ് അടച്ച് തേർഡ് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.